ശബരിമലയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ വസതിയിൽ പ്രത്യേക സംഘം ഇന്നലെ 12 മണിക്കൂറോളം പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി വിവരം. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച പരിശോധന 12 മണിക്കൂറാണ് നീണ്ടത്. പത്മകുമാറിന്റെ മൊഴികളെ വിശദമായി പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം. കൂടുതൽ അറസ്റ്റിലേക്ക് ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അന്വേഷണ സംഘം കടക്കുക. ഡാൻ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഡാൻ, ഈ വിഷയത്തിൽ ഈ ഘട്ടം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അതായത് പിടിച്ചെടുത്ത രേഖകൾ, പത്മകുമാർ പറഞ്ഞിട്ടുള്ള മൊഴികൾ, അത് ഇനിയും മുകളിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകുമോ എന്നതാണ് അറിയാനുള്ളത്. ആ തരത്തിലാണോ നമുക്കും കിട്ടുന്ന സൂചനകൾ? വലിയൊരു ഗൂഢാലോചന, അതായത് 2019 ഭരണസമിതിയുടെ ഭാഗമായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറും ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസവും ഈ ദേവസ്വം ജീവനക്കാരായിരുന്ന മുരാരി ബാബുവും അതോടൊപ്പം സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇങ്ങനെയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശബരിമലയിലെ ഈ ചെമ്പിൽ സ്വർണം പൂശിയിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുക്കളിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുക്കുക എന്നൊരു നീക്കത്തിലേക്ക് എത്തിയത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായി പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിൽ വെച്ച ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ നേരിട്ട് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അടക്കം ധാരണയിലെത്തിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സുപ്രധാനമായ കാര്യം, 2019 മുതലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും എ പത്മകുമാറിന്റെയും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച തെളിവുകളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ഇവർക്കിടയിൽ ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതായത് സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പത്മകുമാർ ഇത്തരത്തിൽ ഈ സ്വർണം പൂശിയ ചെമ്പ എന്ന് എഴുതിയേണ്ട ഭാഗത്ത് ചെമ്പെന്ന് തിരുത്തി എഴുതാനുള്ള നിർദ്ദേശം നൽകിയത് സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഉറപ്പിക്കുകയാണ് SIT. അതുകൊണ്ട് തന്നെയാണ് എൻ വാസുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും എ പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി അടുത്ത ദിവസം തന്നെ പത്മകുമാറിന് വേണ്ടി അടക്കം കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഡാൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഈ അടുത്ത ഇടക്കാല റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ അതിലെന്തൊക്കെ വിവരങ്ങൾ ഉണ്ടാവുമെന്നതാണ്. അത് കൂടുതൽ പാർട്ടിയെ അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ അറസ്റ്റോടെ വലിയ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് മുകളിലേക്ക് അത് പോകുമോ എന്നൊരു സംശയം പല ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ അത് പോകേണ്ടി വരുമെന്ന് രാഷ്ട്രീയമായുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടല്ലോ. ആ സാഹചര്യത്തിൽ ഈ ഘട്ടം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഇത് ദേവസ്വം ബോർഡ് അധ്യക്ഷനിൽ നിന്നിരുന്നോ ഈ ഗൂഢാലോചന എന്നതിൽ SIT എത്തുന്ന നിഗമനങ്ങൾ എന്തൊക്കെയായിരുന്നു? നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് പത്മകുമാർ തന്നെയാണ് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത്. പത്മകുമാറിന്റെ ഒരു ബെനാമിയെ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുകയായിരുന്നു, പെരുമാറുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴും താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയുമായും അതോടൊപ്പം അവിടുത്തെ ഭരണനിർവഹണവുമായി ഒക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു മൊഴി പത്മകുമാർ നൽകിയിട്ടുണ്ടെന്ന സൂചനകൾ വരുന്നുണ്ട്. അതിലൊരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ മൊഴി കണക്കിലെടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, വിശ്വാസയോഗ്യം ആകുന്ന ഒരു സാഹചര്യം വന്നാൽ അതിന് മുൻപുള്ളവരിലേക്ക് അന്വേഷണം നീളും. മാത്രമല്ല, പത്മകുമാറിന്റെ കാലത്ത് ഭരണസമിതിയിലുണ്ടായിരുന്ന ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങളിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ വിശദമായ ചോദ്യം ചെയ്യൽ പത്മകുമാറിനെയും എൻ വാസവനെയും ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ ശബരിമലയിലെ താന്ത്രിക ആചാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരിലേക്ക് അടക്കം ഒരുപക്ഷെ മൊഴിയെടുക്കലിന്റെ ഭാഗമായുള്ള നടപടികൾ നീണ്ടേക്കാം. അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ, അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ അന്വേഷണ സംഘം വിളിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.